ഈസി എക്സാം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മെയിൻ വിൻഡോയിൽ എത്തിച്ചേരുന്നു. ഇവിടെ 6 സ്റ്റെപ്പുകളാണുള്ളത്. ബേസിക് ഇൻഫർമേഷനിൽ സ്കൂളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളും പിന്നെ റൂം അവൈലബിലിറ്റിയും, ഓരോ തരം റൂമുകളും എത്ര നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് നൽകുക. അവൈലബിൾ അല്ലാത്ത റൂമുകളാണെന്നുണ്ടെങ്കിൽ അത് 0 കൊടുക്കുക. കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിലേക്ക് ക്ലാസ് സെറ്റിങ്സ് ആണ്. നിങ്ങളുടെ സ്കൂളിൽ പരീക്ഷ നടക്കുന്ന ക്ലാസ്സുകൾ ഇവിടെ നൽകേണ്ടതുണ്ട്. ക്ലാസ് കോഡ് ആദ്യത്തെ കോളത്തിൽ നൽകുക. ക്ലാസ് കോഡുകൾ യുണീക്ക് ആയിരിക്കണം. രണ്ടാമത്തെ ക്ലാസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അത് ഓപ്ഷനിലാണെന്ന് നിർബന്ധമില്ല. മൂന്നാമത്തെ കോമ്പിനേഷൻ കോഡുകളാണ്. കോമ്പിനേഷൻ കോഡുകൾ കൊടുക്കുക. കോമ്പിനേഷൻ കോഡുകൾ നിങ്ങൾക്ക് സ്വന്തം കസ്റ്റം കോമ്പിനേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കോമ്പിനേഷൻ ഹെൽപ്പ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. താഴെ കസ്റ്റം കോമ്പിനേഷൻ ഉണ്ട്, ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ അടുത്ത കോളം +1 ആണോ +2 ആണോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യലാണ്, അത് നിർബന്ധമാണ്. അടുത്ത കോളത്തിൽ കുട്ടികളുടെ എണ്ണമാണ്, ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ എണ്ണം. ലാസ്റ്റ് രജിസ്റ്റർ നമ്പറാണ്, അത് ഓപ്ഷനിലാണ്. അത് രജിസ്റ്റർ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ. സേവ് ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. അടുത്ത ഘട്ടം നോമിനൽ റോളാണ്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് പ്രകാരമുള്ള ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് പ്രകാരമുള്ള നോമിനൽ ലിസ്റ്റ് തയ്യാറാക്കും. അതിനുള്ള സ്റ്റെപ്പാണിത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജനറേറ്റ് നോമിനൽ റോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ആദ്യം വേണ്ടത്. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പുതിയ നോമിനൽ റോൾ ജനറേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം ഇവിടെ നെയിം ഓഫ് സ്റ്റുഡൻസ്, സെക്കൻഡ് ലാംഗ്വേജ് കോഡ്, ഹയർ സെക്കൻഡറി രജിസ്റ്റർ നമ്പർ എന്ന 3 കോളങ്ങളുണ്ട്. ഇതിൽ നെയിമും ഓപ്ഷനിലാണ്. രജിസ്റ്റർ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്ത് വരും അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതും ഓപ്ഷനിലാണ്. ഈ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. സെക്കൻഡ് ലാംഗ്വേജ് കോഡ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഭാഷയ്ക്ക് ഒരു കോഡുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഭാഷയുടെ കോഡുകൾ അവിടെ ടൈപ്പ് ചെയ്യുക. ഒന്നുകിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് അടിക്കുക ചെയ്യുക. അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് കോഡ് ഫില്ലർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 1 അല്ലെങ്കിൽ 2 ഇപ്പോൾ നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 അവിടെ ആദ്യം ഫസ്റ്റ് കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ലാംഗ്വേജ് കോഡ് ഫില്ലർ അടിച്ചു കഴിഞ്ഞാൽ 15 കോളം താഴത്തേക്ക് അത് ഫിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും വെച്ച് മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് 1 വീണ്ടും മലയാളം ആവുന്നുണ്ടെങ്കിൽ വീണ്ടും 1 അടിക്കുക. വീണ്ടും അത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഇങ്ങനെ ആ നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ രീതിയിൽ നമുക്കത് ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത രീതിയിൽ ചെയ്യാം. അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് കോഡ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. സേവ് ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് പോകും. 4ാമത്തെ ഘട്ടം സെക്കൻഡ് ലാംഗ്വേജ് ഗ്രൂപ്പിംഗ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സെക്കൻഡ് ലാംഗ്വേജിനെയും 2 ഭാഗങ്ങളാക്കും. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചിൻ്റെ 2 അറ്റത്തിരിക്കുന്ന കുട്ടികളും, രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നടുവിലിരിക്കുന്ന കുട്ടികളുമാണ്. സെക്കൻഡ് ലാംഗ്വേജിനെ നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്ത ലാംഗ്വേജിൻ്റെ കോഡ് കൊടുത്ത പ്രകാരമുള്ള എണ്ണവും ആ വ്യത്യസ്ത ലാംഗ്വേജുകളും ഇവിടെ കാണാൻ പറ്റും. ഇതിൽ മലയാളം 22 കുട്ടികളുണ്ട്, ഹിന്ദി 9 കുട്ടികൾ. ആ രീതിയിൽ ഇവിടെ നമ്മൾ കൊടുത്തതിൻ്റെ എണ്ണമാണ് ഈ കാണിക്കുന്നത്. ഏത് ഗ്രൂപ്പാണെന്ന് നമുക്കിവിടെ തീരുമാനിക്കാം. ഗ്രൂപ്പ് 1 ആക്കണോ, ഗ്രൂപ്പ് 2 ആക്കണോ. ഗ്രൂപ്പ് നില്ല് കൊടുത്താൽ അതിവിടെ ഡിസ്പ്ലേ ചെയ്യില്ല. ആ രീതിയിൽ നമ്മൾ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 1 ആക്കിയിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ താഴെ കാണിക്കും, ഗ്രൂപ്പിൻ്റെ സ്റ്റാറ്റസ് അവിടെ കാണിക്കും. ഏറെക്കുറെ ഒരു 50% ആ രീതിയിലേക്ക് ആക്കിയിട്ട് കൊടുക്കുക. അതേപോലെ സെക്കൻഡ് ഇയറും ഗ്രൂപ്പ് 1 2 ആക്കിയിട്ട് ആ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 1 ടൈം പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞ് സേവ് ചെയ്യുക. അടുത്തത് പ്രോസസ്സിങ് സ്റ്റെപ്പാണ്. ഇതാണ് മെയിൻ സ്റ്റെപ്പ്. പ്രോസസ്സിങ് സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ 7 സ്റ്റെപ്പുകളാണുള്ളത് മൊത്തം. അതിലാദ്യം ഡേറ്റ് ഓഫ് എക്സാം ടൈപ്പ് ചെയ്യുക. ഫോർനൂൺ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് കൊടുക്കണം. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിനേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമാണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും കൂടി ഉണ്ടെങ്കിൽ അതാണ്. പിന്നെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആണ് ഇല്ല എങ്കിൽ നോ എക്സാം എന്നും സെലക്ട് ചെയ്യുക. ഇത്രയും ആവശ്യമുള്ള അവിടെ ആ കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് മറ്റുള്ള പരീക്ഷകളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പരീക്ഷയ്ക്ക് ഇവിടെ താഴെയാണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ആണെങ്കിൽ മാത്രമേ ഈ കോളത്തിൽ സൂചിപ്പിക്കേണ്ടതുള്ളൂ. മറ്റുള്ള പരീക്ഷയാണെങ്കിൽ, അതായത് ഇപ്പോൾ C1E ഇവിടെ ക്ലാസ്സസ് ഒക്കെ സെലക്ട് ചെയ്യാനുള്ളത് ഇവിടെ മൊത്തം ക്ലാസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ C1E അയക്കാന്ന് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷണൽ പേപ്പർ ഫസ്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. അല്ലെങ്കിൽ വേറെ മറ്റൊരു ക്ലാസ് C1 S2 അന്ന് ഓപ്ഷണൽ പേപ്പർ 2 ആണ് എങ്കിൽ നമ്മളിവിടെ കൊടുക്കുക. ഇതിവിടെ അങ്ങനെ കാണിക്കും. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. ഇതിനെയും ഗ്രൂപ്പ് ചെയ്യണം. സെക്കൻഡ് ലാംഗ്വേജിന് നമ്മൾ 1 ടൈം ഗ്രൂപ്പിംഗ് ആണ് ചെയ്യേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതില്ല. സബ്ജക്റ്റ് അങ്ങനെ സബ്ജക്റ്റ് ഓരോ ദിവസം സബ്ജക്റ്റുകൾ അതാത് ദിവസം ഗ്രൂപ്പ് ചെയ്തിട്ട് വേണം പ്രോസസ്സ് ചെയ്യാൻ. അതായത് ബിസിനസ് സ്റ്റഡീസ്, കെമിസ്ട്രി ബിസിനസ് സ്റ്റഡീസിനാണെങ്കിൽ ഗ്രൂപ്പ് 1 കൊടുക്കാം, കെമിസ്ട്രി ആണെങ്കിൽ ഗ്രൂപ്പ് 2 കൊടുക്കാം.
ആ രീതിയിൽ നമുക്ക് ഗ്രൂപ്പിംഗ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. ബെഞ്ചിൻ്റെ രണ്ടറ്റത്തിരിക്കേണ്ടത് ഒരു ഗ്രൂപ്പും നടുവിലിരിക്കേണ്ടത് രണ്ടാമത്തെ ഗ്രൂപ്പായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. ഏകദേശം ഒരു ഈക്വലൈസ് ചെയ്ത് പോകുന്ന വിധത്തിൽ എങ്ങനെയാണോ സെറ്റ് ചെയ്ത് കൊടുക്കുക, അതാണ് ഇതിൽ ചെയ്യാനുള്ളത്. അത് ചെയ്ത ശേഷം നമ്മൾ ക്ലിക്ക് ടു ജനറേറ്റ് റിപ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്നതോടുകൂടി നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് ഇവിടെ റിപ്പോർട്ട്സ് അവൈലബിൾ ആവും. അതിനുശേഷം നമുക്ക് ഈ റിപ്പോർട്ട്സ് എല്ലാം പ്രിൻ്റ് എടുക്കുക. അതിൽ 3 തരം റിപ്പോർട്ട്, 2 തരം റിപ്പോർട്ടാണ് പ്രധാനമായിട്ടുള്ളത്. റോൾ നമ്പർ പ്രകാരമുള്ളതും രജിസ്റ്റർ നമ്പർ പ്രകാരമുള്ളതും. രജിസ്റ്റർ നമ്പർ കൊടുത്തെങ്കിലേ ഉണ്ടാവുള്ളൂ. റോൾ നമ്പർ പ്രകാരമുള്ളത് പ്രിൻറ്റിങ്, സീറ്റിംഗ്, ലേഔട്ട്, അതിവിടെ കാണാൻ പറ്റും. നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. ഇനി അതല്ല, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ക്വസ്റ്റ്യൻ പേപ്പർ അക്കൗണ്ടും കൂടിയാണ് അടുത്തത്. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എണ്ണവും ഡീറ്റെയിൽസൊക്കെ അതിൽ കാണാൻ പറ്റും. അതേപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് അറ്റൻഡൻസ് ഷീറ്റാണ്. ഓരോ ക്ലാസ്സിലും അറ്റൻഡൻസിൻ്റെ എണ്ണം, ഓരോ ക്ലാസ്സിൻ്റെയും കൊടുത്തേക്കുന്ന അറ്റൻഡൻസിന് കൊടുക്കുന്ന ഷീറ്റാണിത്. ഒപ്പിടാനും ആബ്സെൻറ്റീസ് രേഖപ്പെടുത്താനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന. ഇങ്ങനെ 3 റിപ്പോർട്ട്സാണ് പ്രധാനപ്പെട്ടുള്ളത്. അതുകൂടാതെ റൂം നമ്പറിങ്ങിൻ്റെ കാര്യങ്ങൾ ഇവിടെ വേറുണ്ട്. അത് നിർബന്ധമില്ല. ആൻസർ ഷീറ്റ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വേറുണ്ട്. അതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. ഒരു ദിവസത്തെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് പോകണം. വീണ്ടും പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഗോ ടു ജനറേറ്റ് റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ അടുത്ത വീണ്ടും പഴയ വിൻഡോയിലേക്ക് എത്തും. ഇവിടെ വീണ്ടും അടുത്ത ഡീറ്റെയിൽസ് കൊടുത്ത് അടുത്ത ദിവസത്തേക്കുള്ള വീണ്ടും പ്രോസസ് ചെയ്ത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊടുത്തിട്ടുണ്ട് റൂം അവൈലബിലിറ്റി, ഓരോ തരം റൂമുകൾ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഓരോ ദിവസത്തെ റൂം അവൈലബിലിറ്റി മാറ്റം വെച്ചെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്നും വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൂം 7-2 14 ഒരു റൂം അവൈലബിൾ ആണെന്നെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നോട് കൊടുത്ത ശേഷം നമ്മളിവിടെ അപ്ഡേറ്റ് റൂം കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അവിടെ ഒരു റൂം അവിടെ കാണിക്കും. ആ രീതിയിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഹെൽപ്പ് വീഡിയോസും ഈ ഹെൽപ്പ് സെക്ഷനിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോസും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ.